الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടന്ന മാസത്തിലും ദിവസത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ റബീഉൽ അവ്വൽ മാസത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ളത് 3 കാര്യങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ സംഭവിച്ചു എന്നാണ്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാണ്. മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണ്. മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങളും പ്രത്യേകതയുള്ളത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി പഠിപ്പിച്ചത് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഏറെ പ്രയാസമുള്ള കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട റബീഉൽ അവ്വൽ 12 അന്ന് മറ്റു മതസ്ഥർ ചെയ്യുന്നത് പോലെ, യഹൂദികളും നസ്രാണികളുമെല്ലാം ചെയ്യുന്നത് പോലെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് ഏറെ പ്രയാസമുള്ള, വേദനയുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് ഓർക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും
വിശ്വാസികൾ താല്പര്യം കാണിക്കാറുള്ള ഒരു മാസമാണ് യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ മാസം. ഇന്ന് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഓർമ്മപ്പെടുത്തലുകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിലൂടെ ഈ ലോകത്തിന് സംഭവിച്ചത് എന്താണ്? ഞാൻ ആമുഖമായി പറഞ്ഞ വാചകം ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതോടുകൂടെ ഇവിടെ അവസാനിച്ച ചില കാര്യങ്ങളുണ്ട്. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ്, അവസാനത്തെ നബിയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകത്വം അവസാനിച്ചു. നബിയുടെ മരണത്തിലൂടെ സംഭവിച്ച കാര്യമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിലൂടെ സംഭവിച്ച മറ്റൊരു കാര്യം വഹി നിലച്ചു എന്നുള്ളതാണ്. ഉപരിലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി മുതൽ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ വഹി നൽകിയിട്ടുണ്ട്. വ്യത്യസ്തമായ രീതികളിലാണ് വഹി നൽകപ്പെട്ടിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടുകൂടെ വഹി നിലക്കുകയാണ്. മഹദിയായ ഉമ്മു ഐമൻ അവർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന ഉമ്മ ഐമൻ ബക്കത് ഹീന മാത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖീല ലഹാ തബ്കീന. മഹദിയായ ഉമ്മു ഐമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടപ്പോൾ കരയുന്നത് കണ്ടു. അപ്പോൾ അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ കരയാനുള്ള കാരണം എന്താണ്? ഫഖാലത്ത്, അപ്പോൾ ആ മഹദി പറഞ്ഞു, ഇന്നി വല്ലാഹി ഖദ് അലിംതു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയമൂത്ത്. അല്ലാഹുവാണ് സത്യം, എനിക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കും, പ്രവാചകന് മരണമുണ്ട് എന്നുള്ളത് എനിക്കറിയാം. വലകിൻ, പക്ഷേ ഇന്നമ അബ്കി അലൽ വഹി അല്ലദി ഇൻഖത അന്നാ മിനസ് സമാ, ഞാൻ കരയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിലൂടെ സംഭവിച്ചത് ഉപരിലോകത്ത് നിന്ന്, ആകാശ ലോകത്ത് നിന്ന് വഹി ഇറങ്ങുന്നത് നിലച്ചു എന്ന കാരണം കൊണ്ടാണ്. നബിയുടെ മരണത്തിലൂടെ സംഭവിച്ച മറ്റൊരു കാര്യമാണ് വഹി നിലച്ചു എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ വിശദീകരിക്കുന്ന, പ്രവാചകന്റെ മരണരംഗം വരച്ചു കാണിക്കുന്ന ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ട്. ആ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ, നബി മരണപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ തൊട്ട് മുൻപുള്ള ഏതാനും ദിവസങ്ങൾ വളരെ വൈകാരികമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ആ ചരിത്രം കേട്ടുപോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ആലോചിക്കേണ്ട പല വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്കത് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞൊരു വാചകമാണ് ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ചത്. നബിയോട് അല്ലാഹു പറഞ്ഞു, ഇന്നക മയ്യിത്തുൻ, നബിയെ നിങ്ങൾ മരിക്കും. ഇന്നക മയ്യിത്തുൻ, നിങ്ങൾ മരിക്കും. വ ഇന്നഹും മയ്യിത്തുൻ, അവരും മരിക്കും. ലോകത്ത് മരിക്കാതെ ഒരാളും ബാക്കിയാവുകയില്ല. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. പിന്നെ പുനരുദ്ധാന നാളിൽ, ഖിയാമത്ത് നാളിൽ മനുഷ്യർ പരസ്പരം തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടും. ഈ ആയത്തിൽ വ്യക്തമാണ്, ലോകത്ത് മനുഷ്യനായി പിറന്നു വീണ ആരുണ്ടോ അവരൊക്കെ മരിക്കുമെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവുകളും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്, അഊദു ബിഇസ്സതികല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത, പ്രതാപിയായ പടച്ചതമ്പുരാനോട് ഞാൻ ശരണം തേടുന്നു, കാവൽ ചോദിക്കുന്നു. നീ എങ്ങനെയുള്ളവനാണ്? നീ ആരാധനക്കർഹനാണ്, നീ അല്ലാതെ മറ്റാരും ആരാധനക്കർഹനായി ലോകത്തില്ല. നിന്റെ പ്രത്യേകത എന്താണ്? ലാ യമൂത്ത്, മരിക്കാത്തവനാണ്, അള്ളാഹുവിന് മരണമില്ല. അതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു, വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, ജിന്നുകളും മനുഷ്യന്മാരും മരിക്കുക തന്നെ ചെയ്യും. മരിക്കാത്തവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തു റഹ്മാനിൽ അല്ലാഹു പഠിപ്പിച്ചു, ഈ ലോകത്തുള്ള സകലതും തകർന്ന് തരിപ്പണമാകും, ഒന്നും ബാക്കിയാവുകയില്ല. നാം കെട്ടിയുണ്ടാക്കുന്ന മണിമാളികകൾ, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ സമ്പത്ത് എല്ലാം തകർന്നു പോകും. ബാക്കിയാകുന്നത് അല്ലാഹു മാത്രമാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള സകല മനുഷ്യരും മരിക്കുമെന്നുള്ളതാണ് ഖുർആനിന്റെ അധ്യാപനം. ഒരു സംശയമുണ്ടാകും ചില ആളുകൾക്ക്, ഈസാ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ലല്ലോ. ശരിയാണ്, ഈസാ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ അദ്ദേഹം മരിക്കും. കാരണം അദ്ദേഹം മരിക്കാതിരുന്നാൽ ഖുർആൻ അബദ്ധമാണ് എന്ന് പറയേണ്ടി വരും.
ഈസാ നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ബൽ റഫഅഹുല്ലാഹ്, അള്ളാഹു ഉയർത്തി എന്നാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ ഉയർത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ലോകാവസാനത്തിന്റെ മുന്നോടിയായി സംഭവിക്കുന്ന അടയാളങ്ങളിൽ പെട്ടതാണ് നുസൂൽ ഈസാ നബിയുടെ ഇറക്കം. ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും ഈ ഭൂമിയിലേക്ക് വരും. എവിടെയാണ് ഇറങ്ങുക? ഏത് പള്ളിയുടെ മിനാരത്തിലാണ് ഇറങ്ങുക? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഏത് സമയത്താണ് വരിക? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. വരുന്ന സമയത്തിന്റെ പ്രത്യേകത എന്താണ്? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അങ്ങനെ മഹാനായ ഈസാ നബി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഈസാ നബി ഭൂമിയിൽ ജീവിക്കും. പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ പരിശുദ്ധമായ മക്കയിലേക്ക് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരും. ഇതെന്റെ വാചകമല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് നബിയുടെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ഈ ഭൂമിയിൽ ജീവിക്കും. അതിനുശേഷം അദ്ദേഹവും മരിക്കുമെന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹീഹായ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഖുർആനും ഹദീസും നമുക്ക് നൽകുന്ന പാഠം ലോകത്തെല്ലാവരും മരിക്കുമെന്നുള്ളതാണ്. ആ മരിക്കുമെന്നുള്ളതിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉൾപ്പെടുന്നു. ലോകത്താരെങ്കിലും മരിക്കാതെ ബാക്കിയാകുമായിരുന്നെങ്കിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കിയാകണമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു. അതുകൊണ്ട് തന്നെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ, നബിയുടെ മരണം നടന്ന മാസത്തിൽ, മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് നമ്മുടെ മരണത്തെക്കുറിച്ചാണ്. നമ്മളും മരിക്കും. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, നമുക്കൊരു മരണമുണ്ട്. മരണത്തിന്റെ സമയത്തിലേക്ക് നമ്മൾ ഓടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണത്തിന്റെ സമയത്തിലേക്കാണ് ഓരോ ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും ഒക്കെ മുറിച്ചു കടന്ന് നാം മുന്നോട്ട് പോകുന്നത് എന്ന ചിന്ത വിശ്വാസികളായ നമുക്കുണ്ടാകേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ മരണത്തെക്കുറിച്ച് സ്വഹാബികളെ, അനുചരന്മാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൻ നസ്ർ അവതരിച്ചു. സൂറത്തുൻ നസ്ർ വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ അധ്യായമാണ്. ഒരുപക്ഷെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്ന സൂറത്താണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ വിജയം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ആളുകൾ കൂട്ടത്തോടുകൂടെ ഇസ്ലാമിലേക്ക് വരുന്നത് കാണുകയും ചെയ്താൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണം, അവന് തസ്ബീഹ് നടത്തണം എന്നതാണ് ആ സൂറത്തിന്റെ ആശയം. എത്രമാത്രം സന്തോഷമുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയപ്പോൾ ആട്ടിപ്പുറത്താക്കിയ നാട്, ആ നാട് നബിയെ സ്വീകരിച്ചു. ആ നാട്ടിലുള്ള ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹിഷ്കരിച്ചവർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം ഒരുക്കുന്ന സന്തോഷകരമായ അവസ്ഥ വന്നു. മക്കയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന്, മറ്റുള്ള ദിക്കുകളിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടുകൂടെ പ്രവാചകന്റെ മണ്ണിലേക്ക് വന്ന് പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്ന സുന്ദരമായ കാഴ്ചകൾ അവർക്ക് കാണാൻ സാധിച്ചു. നോക്കൂ നിങ്ങൾ, എത്രമാത്രം സന്തോഷകരമായ അധ്യായമാണ്. ഇസ്ലാമിന്റെ വളർച്ചയാണ്, ഇസ്ലാമിന്റെ പൂർത്തീകരണമാണ് ഈ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് എങ്കിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. ഈ അധ്യായം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ആ അധ്യായം എന്ന് പറയുന്നത്, ആ അധ്യായത്തിന്റെ ആശയം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ വൃത്താന്തമാണ് എന്നാണ്. നബി മരിക്കാനായിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുകയാണ് എന്ന അധ്യാപനമാണ് ആ സൂറത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നാണ് മുഫസ്സിറായ റഈസുൽ മുഫസ്സിരീൻ എന്ന പേര് ലഭിച്ച മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. കാരണം നബിയുടെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. പ്രവാചകനെ എന്തിനാണോ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചത്, അതിന്റെ ലക്ഷ്യം പൂർത്തിയായിരിക്കുന്നു. ഇനി പ്രവാചകന്റെ ആവശ്യമില്ല എന്നതാണ് ആ സൂറത്ത് നമുക്ക് നൽകുന്ന പാഠം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ തുടരെ വഹിയുകൾ വന്നുകൊണ്ടേയിരുന്നു. ആകാശലോകത്തു നിന്ന് പ്രവാചകന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പല സന്ദർഭങ്ങളിലും ഇറങ്ങി വന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നല്ലാഹു തആല തഅബ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല വഫാതിഹി ഹത്താ തവഫാഹു അക്തറ മാ കാനൽ വഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമുണ്ടായിരുന്ന വഹിയിനേക്കാൾ കൂടുതൽ വഹിയുകൾ അവിടുത്തെ മരണത്തിന്റെ മുമ്പായി തുടരെ ലഭിച്ചുകൊണ്ടേയിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അത് നബിയുടെ മരണത്തെക്കുറിച്ചുള്ള സൂചനയാണ്. പ്രവാചകനെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിൽ തുടരെ പെട്ടെന്ന് തന്നെ വഹിയുകൾ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ റമളാനിലും ഇഅ്തികാഫിരിക്കും. പ്രവാചകൻ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള റമളാനിൽ 20 ദിവസം ഇഅ്തികാഫിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമളാനിലും വിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ, അഥവാ ആ സമയത്തിറങ്ങിയ ആ ഭാഗം വരെ ഒരു തവണ പൂർണ്ണമായി ജിബ്രീൽ അലൈഹിസ്സലാമിന് ക്രമപ്രകാരം ഓതി കൊടുക്കും.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള റമദാനിൽ 2 തവണ ഓതിക്കൊടുത്തു. ഇതൊക്കെ പ്രവാചകന്റെ മരണത്തെക്കുറിച്ചുള്ള സൂചനയായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ഹജ്ജാണ് ചെയ്തത്. ആ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, അല്ലയോ സഹോദരങ്ങളെ, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണം. ഞാൻ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യുന്നത് അത് നിങ്ങൾ നോക്കണം, നിങ്ങൾ പഠിക്കണം. കാരണം എന്താ? ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ ഉഹജ്ജു ബഅദ ആമി ഹാദാ. ഒരുപക്ഷേ അടുത്ത തവണ ഹജ്ജ് ചെയ്യുമ്പോൾ നിങ്ങളോടുകൂടെ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ പറഞ്ഞു തരാൻ, ഹജ്ജിന്റെ രീതികൾ വിശദീകരിച്ചു തരാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സ്വഹാബികളെ ഹജ്ജിന്റെ സമയത്ത് ഓർമ്മപ്പെടുത്തി. മതം പൂർത്തിയായ അറഫ ദിവസം പ്രവാചകൻ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീന. ഇതാ ഇന്നേക്കിന്ന് ഈ മതം പൂർത്തിയായിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷം, മതം പൂർത്തിയായി. പക്ഷേ ഈ ആയത്തിറങ്ങിയ ഉടനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബികൾ കാണുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കൊണ്ടാണ്. ഈ ആയത്ത് കേട്ട മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇൻദമാ സമിഅഹ ഉമർ ബഖാ, അദ്ദേഹം കരയാൻ തുടങ്ങി. അദ്ദേഹം കരഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ കരയുന്നത്? അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ, ഇന്നഹു ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ. പൂർത്തിയായ ഒന്നിനെ പിന്നെ വളർച്ചയില്ല. പൂർത്തിയായ ഒന്ന് പിന്നെ വളരൂല. ഈ പള്ളിയുടെ ജോലികൾ പൂർത്തിയായതാണ്. ഇനി എന്താണ് ഈ പള്ളിക്ക് സംഭവിക്കുക? ഇതിലെ പെയിന്റുകൾ പൊളിയും, അല്ലെ? ഇത് ചോരാൻ സാധ്യതയുണ്ട്, തകർച്ചയാണ് സംഭവിക്കുക. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കുമ്പോൾ അത് പൂർത്തിയായി ഏറ്റവും നല്ല രീതിയിൽ പുറത്തിറക്കുന്നു, നമ്മളത് വാങ്ങുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു, അതിന് കേടുപാടുകളാണ് സംഭവിക്കാറുള്ളത്. നോക്കൂ നിങ്ങൾ, ഉമറുള്ളാന്റെ വാചകം എന്താണ്? പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വന്നത് ഒരു ദൗത്യം പൂർത്തിയാക്കാനാണ്. ആ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുകയാണ് എന്ന വിവരം അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞത്. ഇങ്ങനെ ചരിത്രം വായിക്കുമ്പോൾ ഒട്ടനവധി സ്ഥലങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ പ്രവാചകന്റെ അനുചരന്മാർക്ക് നൽകിക്കൊണ്ടേയിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിക്കുന്നത് റബീഉൽ അവ്വലിലാണ്. റസൂലുള്ളാഹി മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പത്തെ മാസം സഫർ മാസം, ഹിജ്റ വർഷം 11 സഫർ മാസം. സഫർ മാസത്തിന്റെ അവസാനത്തെ തീയതികളിൽ ചരിത്രകാരന്മാർ പറയുന്നത് 28, 27, 28, 29 ഈ 3 തീയതികൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ ഒരു അൻസാരി യുവാവിന്റെ ജനാസ സംസ്കരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തു. അത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം പിടികൂടി. നബി മരിക്കുന്ന റബീഉൽ അവ്വൽ 12-നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം വരുന്നത് സഫർ മാസം അവസാനത്തിലാണ്. 28, 29 അല്ലെങ്കിൽ 27 ആ ദിവസത്തിലാണ് പ്രവാചകന് രോഗം വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രവാചകന് ശക്തമായ തലവേദനയുണ്ടായി. രോഗത്തിന്റെ കാഠിന്യം എത്രമാത്രമുണ്ട് എന്ന് ചോദിച്ചാൽ, നീതിമാനായ പ്രവാചകൻ, എല്ലാവരോടും നീതി കാണിച്ച റസൂലുള്ളാഹി, ആ രോഗത്തിന്റെ വേദനയിൽ പ്രവാചകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഐന അന ഗദൻ, ഐന അന ഗദൻ, ഐന അന ഗദൻ, നാളെ ഞാൻ എവിടെയാണ്? ഈ വാചകം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാർ ആത്മാർത്ഥമായി കേൾക്കേണ്ട വാചകമാണ്. ഈ ചോദ്യം എന്താണെന്ന് അറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് 9 ഭാര്യമാരുണ്ട്. നബി മരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ 9 ഭാര്യമാർ ജീവിച്ചിരിക്കുന്നുണ്ട്. പ്രവാചകൻ ആ ഭാര്യമാർക്കിടയിൽ കൃത്യമായ ദിവസങ്ങളുടെ ടൈം ടേബിൾ ഉണ്ട്. ഇന്ന ദിവസം ഇന്ന ഭാര്യയുടെ സമീപത്താണ് എന്ന പ്ലാൻ ഉണ്ട് നബിക്ക്. പക്ഷേ നബി വേദനയുടെ പ്രയാസം കാരണം, രോഗത്തിന്റെ പ്രയാസം കാരണം നബി ചോദിക്കുകയാണ്, ഐനാനവദൻ, നാളെ ഞാൻ ആരുടെ കൂടെയാണ്? നാളെ ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത്? നോക്കൂ നിങ്ങൾ, മരണത്തെ മുന്നിൽ കാണുന്ന സമയത്ത് പോലും നീതിയോടുകൂടെ വർത്തിക്കുന്ന പ്രവാചകനെയാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട ഭാര്യമാരെ, നമുക്കൊരു ഇണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ ഇണയോട് നീതി കാണിക്കാൻ, എൻ്റെ ഭർത്താവിനോട് നീതി കാണിക്കാൻ, എൻ്റെ ഭാര്യയോട് കരുണയോടുകൂടെ പെരുമാറാൻ, അവളോട് മാന്യമായി ഇടപഴകാൻ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും ഒക്കെ കഴിയുന്നുണ്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ ആത്മാർത്ഥമായി വിശ്വാസികൾ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 ദിവസത്തോളം രോഗിയായിക്കൊണ്ടാണ് കഴിച്ചു കൂട്ടിയത്. ആ 13 ദിവസത്തിൽ 11 ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ചിട്ടുണ്ട്. 13-ാമത്തെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി 12, 13 ദിവസങ്ങളിൽ അങ്ങേയറ്റം രോഗം കഠിനമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് വിശദീകരിക്കാം. പ്രവാചകന്റെ രോഗത്തിന്റെ കാരണം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ജൂത സ്ത്രീ ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി. ആ ഭക്ഷണം കഴിച്ചത് കാരണമാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലമേറെ കഴിഞ്ഞ് മരണപ്പെടുന്നത്. നബി അത് പറയുന്നുണ്ട്, അന്ന് ആ പെണ്ണ് നൽകിയ ഭക്ഷണത്തിൽ വിഷം കലർത്തിയതിന്റെ വിഷം എന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ആയിഷ ഉമ്മയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ സാധിക്കും. നബിയുടെ കൂടെ ആ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന ഒരു സ്വഹാബി, ബിഷർ എന്ന് പേരുള്ള സ്വഹാബി, ആ സ്വഹാബി ആ ഭക്ഷണം കഴിച്ച അതേ സമയത്ത് തന്നെ മരണപ്പെട്ടത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നബിക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്ന് ഈ സംഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ കബറിൽ കിടക്കുന്ന ആളുകൾ മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന് വിളിച്ചു പറയുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ് പല ആളുകളും. നോക്കൂ നിങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ച ഭക്ഷണത്തിൽ വിഷമുണ്ട് എന്ന് അള്ളാഹു വഹി ഇറക്കിയപ്പോഴാണ് അറിഞ്ഞത്. പ്രവാചകന്റെ കൂടെ ഭക്ഷണം കഴിച്ച ഒരാൾ ആ ഭക്ഷണം കഴിച്ച് മരിക്കുകയാണ്. അറിഞ്ഞിട്ട് നബി മറച്ചു വെച്ചതാണോ? പ്രവാചകൻ മറച്ചു വെക്കില്ല. അതിനർത്ഥം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല എന്ന് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രോഗം കാരണം പ്രവാചകൻ അല്ലാഹു സംരക്ഷിച്ചു, പ്രവാചകനെ തുപ്പിക്കളഞ്ഞു. എന്നാലും അതിന്റെ അംശം പ്രവാചകന്റെ ശരീരത്തിലുണ്ട്. അത് പ്രവർത്തിച്ചു തുടങ്ങിയതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ കാരണമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വേദന അനുഭവിച്ചു തുടങ്ങി. റസൂലുള്ളാഹി മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ്, പ്രവാചകൻ മരണപ്പെടുന്നതിന് 5 ദിവസം മുമ്പ്, ബുധനാഴ്ച ദിവസം, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ളുഹ്റിന് നബിക്ക് ശക്തമായ തലവേദനയും വയറിന് വേദനയും ഉണ്ടായി. പ്രവാചകൻ തന്റെ ശരീരത്തിൽ വെള്ളമൊഴിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ആശ്വാസം ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോയി. എപ്പോഴാണിത്? മരിക്കുന്നതിന് 5 ദിവസം മുമ്പ്. പ്രവാചകന് പ്രയാസമുണ്ട്, തലവേദനയുണ്ട്, വയറിന് വേദനയുണ്ട്. പക്ഷേ ശരീരത്തിന് ഒരു അല്പം ആശ്വാസം ലഭിച്ചപ്പോൾ പുണ്യപ്രവാചകൻ പള്ളിയിലേക്ക് പോയി. അവിടുന്ന് അദ്ദേഹം മിമ്പറിലിരുന്നു. പരിശുദ്ധമായ മദീനത്തെ പള്ളിയിലെ മിമ്പറിലിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കാൻ തുടങ്ങി, ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. ആളുകളൊക്കെ ഉണ്ട് അവിടെ, സ്വഹാബികളുണ്ട് അവിടെ. അവിടെ വെച്ചുകൊണ്ട് നബി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു അടിമക്ക് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു ചോയ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ചോയ്സ് എന്നറിയുമോ? ഒന്നുകിൽ ദുനിയാവ് തെരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുക്കാൻ ഒരടിമക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഖ്താറ മാ ഇൻദഹു, ഫഖ്താറ മാ ഇൻദഹു, ആ അടിമ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ അടിമ ദുനിയാവ് തെരഞ്ഞെടുത്തിട്ടില്ല. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ആ പള്ളിയിലെ ഒരു മൂലയിലിരുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏങ്ങി കരയുകയാണ്. അപ്പൊ ആളുകൾ വിചാരിച്ചു, എന്തിനാണ് ഈ മനുഷ്യൻ കരയുന്നത്? എന്തിനാണ് ഇദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ കുറിച്ച് പറയുന്നു, ഒരു അടിമ, ഒരു മനുഷ്യൻ എന്നാണ് പറയുന്നത്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു മനസ്സിലായി അത് അള്ളാഹിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂൽ അടക്കമുള്ള അമ്പിയാക്കൾക്കുള്ള ഒരു ചാൻസ് ആണ്. ഒന്നുകിൽ അവർക്ക് മരണം തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഈ ദുനിയാവ് തെരഞ്ഞെടുക്കാം. പക്ഷെ ഒരു നബിയും ദുനിയാവ് തെരഞ്ഞെടുത്തിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം തെരഞ്ഞെടുത്തു എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപദേശം കൊടുത്തു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദം. യഹൂദികളെയും നസ്രാണികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ശപിക്കട്ടെ. കാരണം എന്താ? അവരവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് ബുധനാഴ്ച നബി നടത്തിയ ഒരു ശാപ പ്രാർത്ഥനയാണ്. മുസ്ലിം ഉമ്മത്ത് ഗൗരവത്തിൽ കാണണം. ഇന്ന് മുസ്ലിങ്ങളാണ് ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖബറുകൾ കെട്ടിപ്പൊക്കുക എന്നുള്ളത് നബിയുടെ അധ്യാപനമല്ല. കെട്ടിപ്പൊക്കിയ ഖബറുകൾ തട്ടി നിരപ്പാക്കണമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഫഇന്നഹു ഖദ് ദനാ മിന്നി ഖുഫൂഫൻ മിൻ ബൈനി അദ്ഹുരിക്കും ഫമൻ കുൻതു ജൽദതു ലഹു ലഹ്റൻ ഫഹാദാ ലഹ്രി ഫൽയസ്തഖിദ് മിൻഹു. ലോകത്തൊരു ഭരണാധികാരിക്കും പറയാൻ കഴിയാത്ത വാചകങ്ങളാണ് തൊട്ടുപിറകെ നബിയുടെ തിരുനാവിൽ നിന്ന് പുറത്തു വന്നത്. നബിയുടെ ചോദ്യം എന്താ അറിയോ? അല്ലയോ മനുഷ്യന്മാരെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വഹാബികളെ, ഞാൻ നിങ്ങളെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ഫഹാദാ ലഹ്രി, ഇതാ എന്റെ മുതുക്, നിങ്ങൾ പ്രതിക്രിയ ചെയ്തുകൊള്ളൂ, പ്രതികാരം ചെയ്തുകൊള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞു, വമൻ കുൻതു അഹത്തു ലഹു മാലൻ, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും സമ്പത്ത് അപഹരിച്ചിട്ടുണ്ടോ, സമ്പത്ത് അന്യായമായി എടുത്തിട്ടുണ്ടോ? ഫഹാദാ മാലി ഫൽയഖുദു മിൻഹു, ഇതാ എന്റെ സമ്പത്ത്, ഈ സമ്പത്തിൽ നിന്ന് നിങ്ങൾ എടുത്തുകൊള്ളുക. അതേപോലെ തന്നെ വമൻ കുൻതു ശതംതു ലഹു അർദൻ, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും അഭിമാനം വ്രണപ്പെടുത്തിയിട്ടുണ്ടോ, ഇതാ എന്റെ അഭിമാനം, നിങ്ങളും വ്രണപ്പെടുത്തിക്കൊള്ളൂ. ഒരു നേതാവിന് പറയാൻ സാധിക്കുമോ, ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചെന്നെ ഉപദ്രവിച്ചോളൂ എന്ന് ലോകത്തേതൊരു നേതാവിന് പറയാൻ സാധിക്കും? പുണ്യപ്രവാചകന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞപ്പോൾ ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എനിക്ക് 3 ദിർഹം തരാനുണ്ട്, 3 ദിർഹം തരാനുണ്ട്.
അയാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോ സ്വഹാബികളൊക്കെ അയാളെ നോക്കി, ദേഷ്യത്തോടു കൂടെ നോക്കി. അള്ളാന്റെ റസൂലിനോട് പണം ചോദിക്കുകയോ? പിൽക്കാലഘട്ടത്തിൽ ആ സ്വഹാബി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് പണം കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് പ്രവാചകൻ നൽകുന്ന ആ പണം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാണ് ഞാനത് എന്റെ നബിയോട് ചോദിച്ചു വാങ്ങിയത്. മറ്റൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്നെ അടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിച്ചു. അദ്ദേഹം നബിയോട് പറഞ്ഞു, നബിയെ, ഒരു യുദ്ധത്തിന് താങ്കൾ വരി നിർത്തുന്നതിന്റെ സമയത്ത് നിങ്ങൾ എന്നെ അടിച്ചിട്ടുണ്ട്, എനിക്ക് പ്രതിക്രിയ ചെയ്യണം, എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണം. പ്രവാചകൻ പറഞ്ഞു, പ്രതിക്രിയ ചെയ്തോളൂ. റസൂലുള്ളാഹിയോട് അദ്ദേഹം പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്നെ അടിച്ചപ്പോൾ എന്റെ ശരീരത്തിൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല, വസ്ത്രം നീക്കിത്തരണം. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. അവരുടെയൊക്കെ ആ സമയത്ത് അവസ്ഥ എന്തായിരിക്കും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വസ്ത്രം ഉയർത്തി ആ മനുഷ്യനെ പ്രതിക്രിയ ചെയ്യാൻ വേണ്ടി കാണിച്ചു കൊടുത്തപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ ചേർത്ത് പിടിച്ച് ആ മനുഷ്യൻ ചുംബിച്ചത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതായിരുന്നു അവർ പ്രവാചകനെ, അങ്ങനെയാണ് അവർ സ്നേഹിച്ചത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എങ്കിൽ റസൂലുള്ളാഹി മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ്, വ്യാഴാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ദിവസം 4 നേരവും ഇമാമ നിന്നു, ജനങ്ങൾക്ക് വേണ്ടി ഇമാമ നിന്നു. എന്നാൽ ഇശാ നമസ്കാരത്തിന് രോഗം കഠിനമായി. ഇശാ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചു. പള്ളിയിൽ പോകാൻ നബി വുളു ചെയ്തു. നബിക്ക് ബോധം നഷ്ടമായി, പള്ളി പോകാൻ പറ്റുന്നില്ല. വുളു ചെയ്യുന്നതിനിടയിലാണ് ബോധം നഷ്ടമായത്. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ നബിയുടെ ചോദ്യം, ജനങ്ങൾ ഇശാ നിസ്കരിച്ചോ? അവർ പറഞ്ഞു, ലാ യൻതദിറൂനക, ഇല്ല നബിയെ, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നബി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്ന് വീണ്ടും വുളു ചെയ്തു. പക്ഷേ ബോധം നഷ്ടമായി. 3 തവണ അത് ആവർത്തിച്ചു. നബിക്ക് മനസ്സിലായി പള്ളി പോകാൻ സാധ്യമല്ല. ആ സമയത്ത് നബി പറഞ്ഞു, ജനങ്ങൾക്ക് ഇമാമായി അബൂബക്കറിനെ കൽപ്പിക്കാൻ, അബൂബക്കറിനോട് പറയാൻ നബി ആളെ ഏർപ്പാടാക്കി. ആയിഷ ഉമ്മയോട് പറഞ്ഞു. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഉള്ള കാലഘട്ടത്തിൽ തന്നെ 2 ദിവസങ്ങൾ പ്രവാചകന്റെ അനുചരന്മാർക്ക് ഇമാമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് നേതൃത്വം നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു 1ാമത്തെ ഖലീഫയായി വരാനുള്ള കാരണമെന്നും ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രവാചകൻ മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ്, വെള്ളിയാഴ്ച ദിവസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നല്ലത് വിചാരിക്കണം, ആരെക്കുറിച്ച് നിങ്ങൾ മോശമായത് വിചാരിക്കരുത്, അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയോടുകൂടെ മാത്രമേ നിങ്ങൾ ജീവിക്കാവൂ, അങ്ങനെ നിങ്ങൾ മരിക്കാവൂ എന്ന് പ്രവാചകൻ സ്വഹാബികളെ ഓർമ്മപ്പെടുത്തി. റസൂലുള്ളാഹി മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ശനിയാഴ്ച ദുഹർ നമസ്കാരത്തിന് 2 ആളുകളുടെ സഹായത്തോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് ചെന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ബാക്കിലേക്ക് മാറി. കാരണം നബിയാണ് ഇമാമ്. നബി പറഞ്ഞു, അവിടെ തന്നെ നിന്നു. ആംഗ്യം കാണിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിന്റെ സമീപത്ത് വന്ന് നിന്നു. എന്നിട്ട് അബൂബക്കറിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നിർവഹിക്കുകയുണ്ടായി. പ്രവാചകൻ മരിക്കുന്നതിന്റെ 1 ദിവസം മുമ്പ്, ഞായറാഴ്ച ദിവസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അടുക്കൽ ഉണ്ടായിരുന്ന അടിമകളെ മോചിപ്പിച്ചു. 6 or 7 ദീനാർ പ്രവാചകൻ ഉണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനം ചെയ്തു. ആയുധങ്ങൾ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ ആയുധങ്ങൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. റസൂലുള്ളാഹിയുടെ വീട്ടിൽ അന്ന് വിളക്കിലൊഴിക്കാൻ എണ്ണ പോലും ഉണ്ടായിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിന്റെ നേതാവിന്റെ വീടാണിത്. പ്രവാചകൻ മരിക്കുന്നതിന്റെ അന്നത്തെ ദിവസം, തിങ്കളാഴ്ച ദിവസം, സുബഹിക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാം നിന്ന് നമസ്കരിക്കുകയാണ്. സുബഹി നമസ്കാരത്തിന് വിശ്വാസികളൊക്കെ വന്നിട്ടുണ്ട്. പ്രവാചകന്റെ റൂമിൽ നിന്ന് നോക്കിയാൽ പള്ളി കാണാം. റസൂലുള്ളാഹി തന്റെ വിരി പൊക്കി പള്ളിയിലേക്ക് നോക്കി. സ്വഹാബികളൊക്കെ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവർ നബിനെ കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായിരുന്നു. പക്ഷേ നബി അവരെ കണ്ട് പുഞ്ചിരിക്കുന്നത് കണ്ട അവർക്ക് വലിയ സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസുഖം മാറിയെന്ന ആശ്വാസം അവർക്കുണ്ടായി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹാ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു. ഫാത്തിമ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഉപദേശങ്ങൾ നൽകി. ചേർത്ത് പിടിച്ച് ഫാത്തിമയുടെ കാതിൽ എന്തോ പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു ആദ്യം കരഞ്ഞു. വീണ്ടും അവരെ ചേർത്ത് പിടിച്ചു. എന്നാൽ കാതിൽ സ്വകാര്യം പറഞ്ഞു. അപ്പൊ അവർ ചിരിച്ചു. പിൽക്കാലഘട്ടത്തിൽ ആയിഷ ഉമ്മ ചോദിക്കുന്നുണ്ട്, മോളെ, എന്തു പറഞ്ഞപ്പോഴാണ് നീ ചിരിച്ചത്? നിന്റെ ബാപ്പ മരിക്കുന്നതിന്റെ മുമ്പ് നിന്നോട് സ്വകാര്യം പറഞ്ഞപ്പോൾ ആദ്യം നീ കരഞ്ഞു, പിന്നെ നീ ചിരിച്ചല്ലോ, എന്തേ കാരണം? ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞത്, എൻ്റെ ബാപ്പ എന്നോട് പറഞ്ഞത് ഞാൻ മരിക്കാൻ പോവാണ്, എൻ്റെ സമയമായിട്ടുണ്ട്, ഞാൻ വിട പറയുന്ന സമയമാണ്. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി, ഞാൻ കരഞ്ഞു.
എന്തിനാ നീ ചിരിച്ചത്? എൻ്റെ ബാപ്പ എന്നോട് പറഞ്ഞു, ഈ കുടുംബത്തിൽ നിന്ന് എന്നിലേക്ക് ആദ്യം വന്നു ചേരുന്നത് നീ ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. നബിയുടെ മരണം കഴിഞ്ഞ് 6 മാസം കൂടെ മാത്രമേ ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്നുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം അവരും മരണപ്പെടുകയുണ്ടായി. അങ്ങനെ നബി ഫാത്തിമ ബീബിക്ക് ഉപദേശങ്ങൾ കൊടുത്തു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരെയും ചേർത്ത് നിർത്തി അവരോട് ഉപദേശിച്ചു, ഭാര്യമാർക്ക് ഉപദേശങ്ങൾ നൽകി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയത്തുള്ള പ്രവാചകന്റെ ജീവിതത്തിലെ അവസാന സമയങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അബ്ദുള്ള എന്ന് പറയുന്ന ആയിഷ ഉമ്മയുടെ സഹോദരൻ പള്ളിയിലേക്ക് അവരുടെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ അറാഖിന്റെ കൊള്ളിയുണ്ട്. അറാഖ് എന്ന് പറഞ്ഞാൽ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന അറാഖിന്റെ കൊള്ളി. നബി അതിലേക്ക് നോക്കി. ആയിഷ ഉമ്മക്ക് കാര്യം മനസ്സിലായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേക്കാൻ ആഗ്രഹിക്കുന്നു. ആയിഷ ഉമ്മ തന്റെ വായിലിട്ട് ആ അറാഖിന്റെ കൊള്ളി ശുദ്ധി വരുത്തി പ്രവാചകനെ പല്ല് തേക്കാൻ മിനുസപ്പെടുത്തി. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലവർ തേച്ചു കൊടുത്തു. ആയിഷ ഉമ്മ പറയുന്നുണ്ട്, എന്റെയും എൻ്റെ പ്രവാചകന്റെയും ഉമിനീരുകൾ അവസാനമായി ഒന്ന് ചേർന്ന സമയമാണത്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം വൈകാരികമായ ഒരു ബന്ധമാണത്. എന്റെയും എൻ്റെ പ്രവാചകന്റെയും ഉമിനീരുകൾ അവസാനമായി ഒന്ന് ചേർന്ന സമയമാണ് ആ സുന്നത്ത് പ്രാവർത്തികമാക്കുന്ന സമയമെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ സമീപത്തെത്തി നിൽക്കുന്ന നേരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് എന്ന് വ്യക്തമല്ല. റസൂലുള്ളാഹി പറയുന്നത് കേൾക്കാൻ ആയിഷ ഉമ്മ തന്റെ കാതുകൾ പ്രവാചകന്റെ ചെവിയോട് ചേർത്തു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാ അസ്സലാ അസ്സലാ, നമസ്കാരം നമസ്കാരം നമസ്കാരം, വമാ മലക്കത ഐമാനുക്കും, നിങ്ങളുടെ അടിമകളുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി മരിക്കണ സമയത്ത് പോലും നമ്മളെ ഓർമ്മപ്പെടുത്തിയത് നമസ്കാരമാണ്. നമസ്കാരം ഗൗരവമുള്ള വിഷയമാണ്, അത് ശ്രദ്ധിക്കണമെന്നാണ്. അതേപോലെ തന്നെ അത് കണ്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ ബാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്, എന്റെ ബാപ്പാക്ക് എന്തൊരു വേദനയാണ്. അപ്പൊ നബി പറഞ്ഞു, ലൈസ അലാ അബീക കർബൻ ബഅദൽ യൗം, ഈ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പാക്ക് ഒരു വേദനയും ഉണ്ടാവുകയില്ല, ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. മരണത്തിന് വേദനയുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യൻ മരിക്കുമ്പോഴും ആ മരണത്തിന്റെ വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വേദനയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന്റെ വേദന ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരും. നമ്മുടെ പ്രവാചകൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രവാചകൻ വീണ്ടും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹുമ്മ ഗഫിർലി വറഹംനി വഅൽഹിഖ്നി ബിർറഫീഖ്. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ലോകത്തിന് നന്മയുടെ വഴി കാണിച്ച, ലോകത്തിന് നേരിന്റെ മാർഗം പറഞ്ഞു കൊടുത്ത, നീതിയോടുകൂടെ ജീവിച്ച, ആരെയും ഉപദ്രവിക്കാത്ത സത്യസന്ധനായ റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, വറഹംനി, നീ എന്നോട് കരുണ കാണിക്കണേ, നീ എനിക്ക് റഹ്മത്ത് ചൊരിയണേ, വഅൽഹിഖ്നി ബിർറഫീഖ്, നിന്റെ ഉന്നതരായ കൂട്ടുകാരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉയർത്തണേ. തന്റെ കൈവിരലുകൾ ഉയർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥന നിർവഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമയുടെ വാചകങ്ങൾ ചൊല്ലി പ്രവാചകന്റെ കൈകൾ താഴേക്ക് വീണു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ അൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സംഭവിച്ചു. സ്വഹാബികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഭ്രാന്തനെ പോലെ പെരുമാറാൻ ആരംഭിച്ചു. നബി മരിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ വകവരുത്തുമെന്ന് പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞ് തളർന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ വിവേകത്തോടുകൂടെ പെരുമാറിയ രംഗമായിരുന്നു ആ രംഗം. മദീന നിശ്ചലമായ ഇരുട്ടിലായ ദിവസം, എല്ലാവരും സങ്കടത്തിലാണ്, എല്ലാവരും ദുഃഖത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം പതിയെ അവർ ഉൾക്കൊണ്ടു. പ്രവാചകന്റെ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിലേക്ക് അവർ ഇറങ്ങി. അവർ ശക്തി വീണ്ടെടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന് കാര്യം ബോധ്യമായി. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63 വർഷക്കാലത്തെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. ഈ ലോകത്തിന് മാതൃകയായി, ഈ ലോകത്തിന് എല്ലാ നന്മകളും പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ റസൂലുള്ളാഹി മരിച്ച ദിവസമാണിന്ന്. റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞാൽ
പ്രവാചകന്റെ മരണം നടന്ന ദിവസമാണ്. നോക്കൂ നിങ്ങൾ, ഇത്ര വൈകാരികമായ ചരിത്രമുള്ള ഒരു ദിവസം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾക്ക് റോഡുകളിൽ ഇറങ്ങി റോഡ് ബ്ലോക്കാക്കി പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പഠിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലിനെ മനസ്സിലാക്കാൻ, പ്രവാചകനെ അംഗീകരിക്കുന്ന ആളുകളായി ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പഠിപ്പിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് മുഴുവനും. ആ പ്രവാചകനെ പഠിക്കാനും ഉൾക്കൊള്ളാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുക. അതിനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു അവരുടെ രോഗങ്ങൾ ശിഫയാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ സത്യതയിൽ സത്യസന്ധമായി പഠിക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബിദ്അത്തുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وآخر دعوانا الحمد لله رب العالمين.